സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഇടകലർന്നുകൊണ്ടല്ല. ഏത് കാര്യങ്ങളുണ്ടോ അത് മുഴുവനും നിഷിദ്ധമാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ, യാ നിസാ അന്നബി ലസ്ന അഹദി മിനൻ നിസാ ഇന്നിത്തഖൈതുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ് വഖുൽന ഖൗലൻ മഅറൂഫാ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംന സ്വലാഹ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തിയത് കാണാം. ഹാദിഹി ആദാബുൻ അമറല്ലാഹു തആല ബിഹാ നിസാഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഭാര്യമാരോട് പോലും അല്ലാഹു തആല പഠിപ്പിച്ച അദബാണ്. ഓ സ്ത്രീകളെ, നിങ്ങൾ സംസാരത്തിൽ വിനയം കാണിച്ച് ആളുകളെ ആകർഷിപ്പിക്കുന്ന ശൈലിയിൽ സംസാരിക്കാൻ പാടില്ല. സംസാരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കും പോലെ അന്യപുരുഷനും അന്യ സ്ത്രീയും സംസാരിക്കാൻ പാടില്ല. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങളെ വീടുകളിൽ നിങ്ങൾ അടങ്ങി ഒതുങ്ങി കഴിയണം, ആവശ്യത്തിനല്ലാതെ പുറത്തു പോകാൻ പാടില്ല. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, പഴയ വിവരമില്ലാത്ത ജാഹിലിയ്യ കാലത്ത് ചെയ്ത ആ പ്രവർത്തനം പോലെ നിങ്ങൾ ഭംഗി പ്രകടിപ്പിക്കാൻ പാടില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ പറയാണ്, നിസാഉൽ ഉമ്മത്തി തബഉൽ ലഹുന്ന ഫീ ദാലിക. ഇത് നബി തങ്ങളുടെ ഭാര്യമാരോട് മാത്രമുള്ള കൽപ്പനയല്ല, അവരെ പിന്തുടർന്നുകൊണ്ട് എല്ലാ സ്ത്രീകളും, ഈ സമുദായത്തിലുള്ള സ്ത്രീകൾ പ്രവർത്തിക്കേണ്ടത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് സ്ത്രീകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഈ കാര്യം നബി തങ്ങളുടെ ഭാര്യമാരോട് തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ സ്ത്രീകൾ പഴയ കാലത്ത് നമ്മുടെ സ്ത്രീകൾ ജീവിച്ചതുപോലെ അച്ചടക്കമുള്ളവരായി ജീവിക്കണം. ആണും പെണ്ണും ഇടകലർന്ന് തുള്ളലും പിടിക്കലും അതൊന്നും തന്നെ ഇസ്ലാം സ്വീകരിച്ച ഒരു മുസ്ലിമായ സഹോദരിക്കും സഹോദരനും അനുയോജ്യമായ കാര്യമല്ല. വൈദാ സഅൽതുമൂഹുന്ന മതഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിന്ന. ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, വകമാ നഹൈതുകും അനിദ് ദുഖൂലി അലൈഹിന്ന കദാലിക. സ്ത്രീകളുള്ള സ്ഥലത്തേക്ക് പുരുഷന്മാർ കടന്നു ചെല്ലാൻ പാടില്ല. ഇതേപോലെ ലാ തൻദുറു ഇലൈഹിന്ന ബിൽ കുല്ലിയ, സ്ത്രീകളിലേക്ക് നോക്കാൻ പാടില്ല. വലൗ കാന ലിഅഹദികും ഹാജതൻ യുരീദു തനാവുലഹാ മിന്നുന്ന, സ്ത്രീകളിൽ നിന്ന് വല്ല സംഗതിയും നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ ഫലാ യൻദുർന ഇലൈഹിന്ന, സ്ത്രീകളെ മുഖത്ത് നോക്കിയിട്ട് വാങ്ങാൻ പാടില്ല. വലാ യസ്അലുഹുന്ന ഹാജതൻ ഇല്ലാ മിൻ വറാഇ ഹിജാബ്, ഒരു മറയുടെ പിന്നിലായിട്ടല്ലാതെ സ്ത്രീകളോട് വാങ്ങുകയോ കൊടുക്കുകയോ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഖുർആന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്നാൽ മതിയോ? ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ മുസ്ലിമീങ്ങൾ തയ്യാറാകണം. അന്യ സ്ത്രീകളും അന്യപുരുഷന്മാരും ഇടകലർന്നുകൊണ്ടുള്ള, അതേപോലെ സ്ത്രീകളെ സ്റ്റേജിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾക്കൊന്നും മുസ്ലിം സമുദായം ഒരിക്കലും കൂട്ടുനിൽക്കാൻ പാടില്ലെന്നും, മതബോധമുള്ളവരെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരാകണമെന്നും. അള്ളാഹുവിനെ ചതിക്കാൻ കഴിയൂല, പഠിച്ചവനായിരിക്കും പറ്റിക്കാനൊന്നും കഴിയില്ല. പഠിച്ചവന്റെ മുമ്പിൽ കുറച്ച് മുസ്ലിംമാരെ കൊണ്ടുവന്ന് നിക്കാഹിന് സ്റ്റേജിമ കുത്തിരിപ്പിച്ച് ഒരു ഫാത്തിഹ ഇതുവായിരുന്നു. ആ മുസ്ലിംമാരൊക്കെ വലിയ ജോറായിട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് യാത്ര അയച്ച്, എന്നിട്ട് സ്വന്തം വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം കല്യാണം നടക്കുന്ന സ്ഥലത്ത് സ്വന്തം മകളെയും അതേപോലെ വരനെയും ഒക്കെ എല്ലാവർക്കും ഇങ്ങനെ കാണാൻ വേണ്ടി പ്രകടിപ്പിച്ചു കൊടുക്കുന്ന പച്ചയായ ഹറാം മുസ്ലിം സമുദായം ചെയ്യാൻ പാടില്ല. മുസ്ലിം സമുദായം ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച് മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മൾ ഓർക്കണം, ഫരീഖും ഫിൽ ജന്നതി വ ഫരീഖും ഫിസ് സഈർ, സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും വേർതിരിക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അല്ലാഹുവേ, അവിടെ നീ സ്വർഗ്ഗത്തിലേക്ക് തിരിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞാനും നിങ്ങളും എത്ര അഹങ്കാരത്തോടെ എങ്ങനെ ജീവിച്ചാലും ഞാൻ പറയട്ടെ, ഒരു ദിവസം നമ്മളെല്ലാവരും മരിച്ചു പോകും. എല്ലാ യുവാക്കളും ഓർക്കണം, എല്ലാവരും ഓർമ്മിക്കണം, ഒരു ദിവസം നമ്മൾ മരിച്ചു പോകും. ആ മരിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാമോ, തൊട്ടടുത്തിരുന്ന് പലരും ചിലപ്പോൾ കരയുന്നുണ്ടാകും. നമുക്ക് കരയാനും കഴിയില്ല, ചിരിക്കാനും കഴിയില്ല. നമ്മളിങ്ങനെ അവിടെ കിടക്കുന്നുണ്ടാകും. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്വന്തം ഷർട്ട് പോലും അഴിച്ചു മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ ശരീരത്തെ ഒന്ന് കുളിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ ശരീരത്തിൽ ഉറുമ്പുകൾ കയറി വന്നാൽ, ഈച്ചകൾ കയറി വന്നാൽ അതിനെ തിരിച്ചയക്കാനും തെളിച്ചു മാറ്റാനും നമ്മളെ കൊണ്ട് കഴിയില്ല. ആ കിടക്കുന്ന കിടത്തം നിങ്ങൾ ഓർത്തു നോക്കൂ. അത് ഈ പാവപ്പെട്ട എനിക്ക് കിടക്കാനുണ്ട്, നിങ്ങൾക്കും കിടക്കാനുണ്ട്, മരിച്ചു കിടക്കാനുണ്ട് ഒരു സമയം.
ആ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കണം. മുത്തഖീങ്ങളെ കൂട്ടത്തിൽ പെട്ടുകൊണ്ട് മരിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇവിടെയുള്ള എല്ലാ അഹങ്കാരവും കഴിഞ്ഞുപോയി. എന്തഹങ്കരിക്കാനാണ് സുഹൃത്തെ? നീ ഒന്നാലോചിച്ചു നോക്കൂ. നിന്റെയും എന്റെയും വയറ്റിൽ നിറയെ നജസല്ലയോ? ഈ നജസ് പേറി നടക്കുന്ന നീ എന്തിന്റെ പേരിലാണ് തുള്ളുന്നത്? എന്തിന്റെ പേരിലാണ് അഹങ്കരിക്കുന്നത്? നിനക്കിതൊന്ന് മാറ്റിവെക്കാൻ കഴിയോ? സ്വന്തം ശരീരത്തിൽ നജസ് പേറി നടക്കുന്നവനല്ലേ മനുഷ്യൻ? നീ വലിയ ആളാണെന്ന് നിനക്ക് തോന്നുന്നു. ഒരു ഉള്ളി കൊണ്ടുവന്ന് നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് തൊലിച്ചാൽ ഉള്ളിയുടെ മുന്നിൽ കരയുന്നവനല്ലേ നീ? ചോദിക്കട്ടെ, ഒരു ദിവസം 2 ദിവസം മഞ്ഞ് കൊണ്ടാൽ മൂക്കിൽ നിന്ന് വെള്ളമൊലിക്കുന്നവനല്ലേ നീ? ഓ സുഹൃത്തെ, നിനക്കൊരു വയറ്റിൽ വേദന വന്നാൽ നേരെ നിൽക്കാൻ കഴിയോ? നീ അവിടെ ഓടിപ്പോയില്ലേ? വളഞ്ഞുപോയില്ലേ? നിന്നെ എടുത്തുകൊണ്ടുപോയി അതാ നീ അവസാനം വല്ലാതെ വേദനിക്കുന്നു, വേദനയാകുന്നു എന്ന് പറഞ്ഞ് ഒരു ബാത്റൂമിലേക്ക്, വാഷ്റൂമിലേക്ക് കയറി ടോയ്ലറ്റിലേക്ക് പോയി അവിടെ നിന്ന് വിസർജിക്കുന്ന സമയത്ത് അല്പം കൂടുതൽ നജസ് പോയാൽ നീ ബോധം കെട്ട് വീണുപോയില്ലേ? പിന്നെ നിന്നെ എടുത്തുകൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസ് തരികയാണ് നിനക്ക് ബോധം തെളിയാൻ വേണ്ടി. ഇതല്ലേ നിന്റെ ജോറ്? ഇതല്ലേ നിന്റെ ശക്തി? ചോദിക്കട്ടെ, നീയും ഞാനും മരിച്ചു വീഴുമ്പോ നിനക്ക് മലക്കുൽ മൗത്തിനെ തിരിച്ചേക്കാൻ കഴിയോ? അല്ലെങ്കിൽ അവിടെ നിനക്ക് നിന്റെ എന്തെങ്കിലും അഹങ്കാരം പ്രകടിപ്പിക്കാൻ കഴിയോ? ഇല്ലല്ലോ. എല്ലാവരും വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായി മാത്രം മരിക്കാൻ നോക്കണം. ഒരിക്കലും അഹങ്കാരിയായി ജീവിക്കരുത്. ലൻ യദ്ഖുലൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബർ. കിബർ, അഹങ്കാരം, ഒരണുമണി തൂക്കമുള്ളവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നിങ്ങൾ നല്ല ഭംഗിയുള്ള ചെരുപ്പ് ധരിച്ചോളൂ, നല്ല വസ്ത്രം ധരിച്ചോളൂ, നല്ല വീട്ടിൽ താമസിച്ചോളൂ, നല്ല സൗകര്യമുള്ള വാഹനത്തിൽ യാത്ര ചെയ്തോളൂ. ഇതൊന്നും ഇസ്ലാം വിരോധിക്കുന്നില്ല. നിന്റെ മനസ്സിൽ ഞാൻ തരക്കേടില്ല എന്ന വിധത്തിലുള്ള തുള്ളലും അഹങ്കാരം പ്രകടിപ്പിക്കലും വേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മളിങ്ങനെ മരിച്ചു കിടക്കുന്നു. കുറെ ആളുകൾ നമ്മളെ വീട്ടിലേക്ക് വരുന്നു. നമുക്ക് പരിചയമുള്ള പലരും കയറി വരുന്നു. ആ വരുന്നവരെ ഒന്നും സ്വീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അവർ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ചിലപ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി അവരങ്ങനെ തന്നെ തിരിച്ചങ്ങോട്ട് നടക്കുന്നു. അവർ കുറച്ച് ബോധമുള്ളവരാണെങ്കിൽ ഒരു ഫാത്തിഹ ഓതി നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഓ പെൺകുട്ടികളെ, നിങ്ങൾ ധരിച്ച ആ സ്വർണങ്ങളില്ലേ, അത് മുഴുവനും അഴിച്ചു വെച്ചുപോയി. ഓ ചെറുപ്പക്കാരെ, എന്റെയും നിങ്ങളെയും വസ്ത്രം അഴിച്ചു വെച്ചുപോയി. മോതിരം ഊരിപ്പോയി, കണ്ണട മാറ്റി വെച്ചുപോയി, വാച്ച് അഴിച്ചു വെച്ചുപോയി. നമ്മളെല്ലാവരും ഒരൊറ്റ കിടത്തം കിടക്കുകയാണ്. ആ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതാളുകൾ കുളിപ്പിച്ച് കഫൻ തുണി കൊണ്ടുവന്ന് നമ്മളെ പൊതിയുകയാണ്. ആ പൊതിയുന്ന സമയത്ത് നേരത്തെ തുള്ളിച്ചാടിയതിന്റെ കാലില്ലേ, ആ കാലിന്റെ വിരലുകൾക്കിടയിൽ പരുത്തി വെച്ചുപോയി, കൈവിരലുകൾക്കിടയിൽ പരുത്തി വെച്ചുപോയി, കണ്ണിന്റെ മേലെ പരുത്തി വെച്ചുപോയി, മൂക്കിന്റെ അടുക്കൽ പരുത്തി വെച്ചുപോയി, തൊള്ളയുടെ അടുക്കൽ പരുത്തി വെച്ചുപോയി, കക്ഷത്ത് പരുത്തി വെച്ചുപോയി. അതിന്റെ ശേഷം 3 കഷ്ണം തുണി കൊണ്ട് പൊതിയുകയാണ്. അങ്ങനെ പൊതിഞ്ഞിട്ട് എടുത്തു കൊണ്ടുപോവുകയാണ്. നിനക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നമ്മളെ കൊണ്ടുപോകുന്ന സമയത്ത് ചോദിക്കട്ടെ, നേരത്തെ നിന്റെ ആ വധൂവരന്മാരായി ജീവിതത്തിലേക്ക് ആരംഭിക്കുന്ന സമയം നിന്റെ കൂടെ തുള്ളിച്ചാടിയവർ നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ തുള്ളിച്ചാടുന്നുണ്ടോ? നിനക്കതിൽ വല്ല അനുഭവവും ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടോ? നീ അതാ ഖബറിലേക്കാണ് പോകുന്നത്. ആ ഖബറിന്റെ അടുക്കൽ കൊണ്ടുപോയി അതിനു മുമ്പ് നിനക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച് അവർ നിന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് ആ ഖബറിന്റെ മേലെ മിൻഹാ ഖലഖനാകും വമിൻഹാ വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് ചൊല്ലി 2 കൈയും കൂട്ടി വാരി മണ്ണിട്ട് മൂടിയിട്ട് അവരവരുടെ വഴിക്കേക്ക് പോകുമ്പോ നീ നിന്റെ ഖബറിൽ ഒറ്റക്കാണ് കേട്ടോ. നിന്റെ അഹങ്കാരം എവിടെ?
നിന്റെ ശക്തി പ്രകടനം എവിടെ? നിന്റെ തോന്നിവാസം എവിടെ? ഹറാമും ഹലാലുമില്ലാത്ത ജീവിതം എവിടെ? നിന്റെ എല്ലാം നിന്നുപോയില്ലേ? ആ ഖബറിൽ എത്ര കാലമാണ് നീ ഞാനും കഴിച്ചു കൂട്ടേണ്ടത്? അതിനുശേഷം പിന്നെ നമുക്കുള്ള അള്ളാഹുവിന്റെ കോടതിയല്ലേ? ഇതെല്ലാം അനുഭവിക്കേണ്ട മനുഷ്യൻ ഈ ഭൂമിയിൽ അഹങ്കാരം പ്രകടിപ്പിക്കരുത്. അള്ളാഹു സമ്പത്ത് തന്നതിന്റെ പേരിലോ ആരോഗ്യം തന്നതിന്റെ പേരിലോ 4 സുഹൃത്തുക്കൾ ഉള്ളതിന്റെ പേരിലോ അഹങ്കാരം പ്രകടിപ്പിക്കരുത്. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, അൽഅഖില്ലാഹു യൗമൈദിൻ ബഅദുഹും ലിബഅദ് الأخلاء يومئذ بعضهم لبعض عدو إلا المتقين. സുഹൃത്തുക്കളെല്ലാം പടച്ച റബ്ബിന്റെ കോടതിയിൽ ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ, തഖ്വയുള്ളവരല്ലാതെ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ വിരോധിച്ചത് കൈയൊഴിച്ച് അച്ചടക്കത്തോടെ ജീവിച്ചവർക്ക് സുഹൃത്തുക്കൾ ഫലം ചെയ്യുന്നവരായിരിക്കും. അല്ലാത്ത സുഹൃത്തുക്കൾ മുഴുവനും നിനക്കവിടെ ശത്രുക്കളായിരിക്കുമെന്ന് ഖുർആൻ. അതുകൊണ്ട് നല്ല ദീനീ ബോധത്തോടുകൂടി ആകണം മുസ്ലിം സമുദായത്തിന്റെ എല്ലാ ജീവിതവും, വൈവാഹിക ജീവിതവും പൊതുജീവിതവും. ഭാര്യമാരെ പീഡിപ്പിക്കരുത്, ഭർത്താക്കന്മാരെ മനസ്സ് വിഷമിപ്പിക്കരുത്. സന്തോഷകരമായ ജീവിതം വൈവാഹിക ജീവിതത്തിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖ് റബ്ബിനോട് ചോദിച്ചു വാങ്ങേണ്ട സമയമാണ് ഈ വിവാഹത്തിന്റെ സമയം. അഹങ്കരിക്കേണ്ട സമയമല്ല എന്ന ബോധം സർവ്വ മുസ്ലിമീങ്ങൾക്കും ഉണ്ടാകണമെന്ന് മാത്രം ഉണർത്തി, അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന പരിശുദ്ധ ഖുർആനിന്റെ വാചകം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.